അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. നമ്മുടെ രാജ്യം പരന്ത്രീസുകാരന്റെ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചനമായിട്ട് 80 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. ഒരു മനുഷ്യായുസ്സിനോട് തുല്യപ്പെടുത്തിയാൽ 80 എന്ന് പറയുന്നത് വൃദ്ധിയുടെ വാത്സല്യം കുഞ്ഞുങ്ങളിൽ പകരേണ്ട പ്രായമാണ്. 80 വയസ്സായ ഈ രാജ്യത്തിന് ഭാരാധിഷ്ഠിതകൾ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിർവികാരതയോടെ, അല്പം നിർഭാഗ്യത്തോടെ ഉണ്ട് എന്ന് പറയാനാണ് ഇന്ത്യക്കാരന് സാധിക്കുക. ഈ രാജ്യം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ, സൈനികമായ സുരക്ഷയിൽ ലോകത്തിന് മാതൃകയും പല രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. പക്ഷേ ഈ രാജ്യത്ത് ഇനിയും സ്വാതന്ത്ര്യത്തിന്റെ ഏടുകൾ, നമുക്ക് കിട്ടിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ നമുക്ക് കിട്ടേണ്ട സാമൂഹ്യ സ്വാതന്ത്ര്യമാക്കാൻ, നമുക്ക് ലഭ്യമാവേണ്ട തൊഴിൽ സ്വാതന്ത്ര്യമാക്കാൻ, നമുക്ക് ആവശ്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യമാക്കാൻ ഇനിയുമേറെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ദിനത്തിൽ കഴിഞ്ഞ കാലത്തെ ഓർക്കുക എന്നത് കഴിഞ്ഞ കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരദേശാഭിമാനികളെ ഓർക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ രാജ്യത്തിന്റെ 80 വർഷം മുൻപുള്ള സ്വാതന്ത്ര്യ ചരിത്രം നമ്മുടെ പൂർവികന്മാർ രക്തം കൊടുത്ത്, മാംസം കൊടുത്ത് അവർ പ്രവർത്തിച്ചതിന്റെ, അവർ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെയും. ലോകത്തെ ഏത് രാജ്യങ്ങളിൽ സഞ്ചരിച്ചാലും കാണാൻ കഴിയാത്ത വിധം ജനാധിപത്യ മതേതര രാജ്യം എന്ന നിലക്ക് ഈ രാജ്യത്തിന് വലിയ സവിശേഷതകളുണ്ട്. ലോകം കണ്ട ആളുകളൊക്കെ പറയുന്നത് ഈ രാജ്യത്തിന്റെ വൈവിധ്യം, ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ മഹത്വം വളരെ വലുതാണ് എന്നാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ, മതപരമായ രാജ്യങ്ങളിൽ പോലും ലഭ്യമല്ലാത്ത മതസ്വാതന്ത്ര്യം ലഭ്യമായ രാജ്യമാണ് നമ്മുടെ. ഇന്ന് വൈകുന്നേരത്തെ ഇരിക്കൂർ ടൗണിൽ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രഭാഷണം നടത്താൻ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ. ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ സംസാരിക്കണമെങ്കിൽ അത് സാധ്യമാവുകയില്ല. ന്യൂനമായ വ്യക്തികൾക്ക് പോലും വിശ്വസിക്കുന്ന മതം അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ലഭ്യമായ സവിശേഷമായ മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ഈ രാജ്യത്തിന്റെ വിശാലത, ഈ രാജ്യത്തിന്റെ പ്രവിശാലത, ലോകത്തിന് മാതൃകയാകാൻ കഴിയുന്ന, ലോകം ഉറ്റുനോക്കുന്ന, അസൂയയോടെ നോക്കുന്ന കൗമാരക്കാരുടെ, യൗവനങ്ങളുടെ 60% നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ യുവാക്കളുടേതാണ്. ലോകം ഉറ്റുനോക്കുകയും ലോകം മാനവ വിഭവശേഷിയിൽ ലോകത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജനതയായി നമ്മെ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴും, നാം വിവിധ രംഗങ്ങളിൽ പുരോഗതി പ്രാപിച്ചവരായി നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ, നമ്മുടെ രാജ്യം പുതുതായി നേടിക്കൊണ്ടിരിക്കുന്ന, പുതുതായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അത് ഒറ്റ വാക്കിലേക്ക് ചുരുക്കിയാൽ വർഗീയതയുടെ വ്യാപനം എന്ന് പറയാൻ കഴിയും. ഈ രാജ്യം മറ്റെല്ലാ രംഗത്തും ലോകത്തിന് മാതൃകയാകുമ്പോഴും ഇന്ത്യയുടെ പ്രവിശാലത ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഇല്ലാതെ പോകുന്നതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഈ രാജ്യത്തിന്റെ നിർമ്മാണാത്മകമായ രംഗങ്ങളിൽ, ഈ രാജ്യത്തെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ നടത്തി പുരോഗമിപ്പിക്കാൻ, ഈ നാടിനെ ലോകത്തിന്റെ യശസ്സായി, ലോകം ഉറ്റുനോക്കുന്ന സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായിരുന്ന ഇന്ത്യയെ വീണ്ടും ലോകത്തിന്റെ നേതാക്കളാക്കി മാറ്റുന്ന, ലോകത്തിന് മാതൃകയാക്കി മാറ്റുന്ന രാജ്യമാക്കി മാറ്റാൻ, ഒരു സമൂഹമാക്കി മാറ്റാൻ, ഒരു രാഷ്ട്രമെന്ന നിലക്ക്, ഒരു ജനത എന്ന നിലക്ക് നമുക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്. ഈ രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള വിദ്വേഷക ശക്തികളെ, വിധ്വംസക പ്രവർത്തനങ്ങളെ, രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ, ഈ ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട ഇന്ത്യയുടെ യുവത തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ, ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരുടെ ജീവിതാഭിലാഷങ്ങളുടെ, അവരുടെ പ്രതിസന്ധികളെ ഒക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു യുവത്വം നമ്മുടെ വിദ്യാർത്ഥിത്വത്തിലൂടെ സാധ്യമാകണം. ആ നിലക്കുള്ള ഊഷ്മളമായ, ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുന്നതാകട്ടെ ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് ആശംസിക്കുകയും, ഈ രാജ്യത്തിന് നമുക്ക് അഭിമാനിക്കാവുന്ന, ഇന്ത്യക്കാരൻ എന്ന നിലക്ക് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന
ഒരു ലോകത്തെ ഏത് രാജ്യങ്ങളെയും ഏത് ജനതയെയും എടുത്തു നോക്കിയാലും ഒരു രാജ്യക്കാരൻ എന്ന നിലക്ക് നമ്മുടെ നാഷണാലിറ്റി പുറത്തു പറയപ്പെട്ടാൽ ആളുകൾ അഭിമാനത്തോടെയും തെല്ലൊരു അഹങ്കാരത്തോടെയും നമ്മെ കാണുന്ന ഒരു രാജ്യമാണ്. അതിന്റെ ഈ യശസ്, അതിന്റെ അന്തസ് നിലനിർത്തുക എന്നത് പ്രധാനമാണ്, പുരോഗതിപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. ആ ദിശയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ, സമുദായത്തിന്റെ യശസ്സിനും പുരോഗതിക്കും അഭിവൃദ്ധിക്കും കാരണമാകട്ടെ. 80ാം സ്വാതന്ത്ര്യ ദിനം അതിലേക്കുള്ള നമ്മുടെ നാന്ദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.